ഇടപെടലുകളും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന വിഷയങ്ങളിലൂന്നി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പരിശീലകർ സമ്മർ ക്യാമ്പിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യും. പറ്റിക്കുക, പറ്റിക്കപ്പെടുക, അങ്ങനെ വിഡ്ഢികളാക്കപ്പെടുന്നവർക്ക് ഒരു ദിനം വേണ്ടേ? ഇന്നാണ് ആ സുദിനം. ഏപ്രിൽ 1 എന്ന ഏപ്രിൽ ഫൂൾ ദിനം ഇന്നാണ്. ഫോൺ കോളുകളിലും ന്യൂജൻ പ്രാങ്കുകളിലും പെട്ട് വഞ്ചിതരാകാതിരിക്കാൻ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ ദിനം. ഏപ്രിൽ 1 പല പ്രത്യേകതകളുണ്ടെങ്കിലും ഏപ്രിൽ ഫൂളിന്റെ അത്രയൊന്നും വരില്ല മറ്റെന്തും. തൊട്ടടുത്ത വീട്ടിലെ അമ്മൂമ്മ മരിച്ചെന്ന പഴയ കള്ളത്തരമൊന്നും ഇപ്പൊ നടക്കില്ല. ഏപ്രിൽ ഫൂളിലേക്ക് ന്യൂജൻ പ്രാങ്കുകൾ വഴിമാറ്റിയിട്ട് കാലം കുറച്ചായി. ഏപ്രിൽ 1 ജനിച്ചവരെല്ലാം വിഡ്ഢികളാണെന്നതിൽ തുടങ്ങി പല പല ഖ്യാതികളുമുണ്ട് ഇന്നത്തെ ഈ ദിവസത്തിന്. എന്തുകൊണ്ടാണ് ഏപ്രിൽ 1 വിഡ്ഢി ദിനമായതെന്ന് ചോദിച്ചാൽ പഴയ ഒരു കലണ്ടർ കഥയ്ക്കാണ് പ്രചാരം കൂടുതൽ. കഥ ഇങ്ങനെയാണ്. 1582 വിഡ്ഢി ദിനത്തിന്റെ തുടക്കമെന്നാണ് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നത്. ഫ്രാൻസ് ജൂലിയൻ കലണ്ടറിൽ നിന്ന് ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് മാറിയ കാലം. പോപ്പ് ഗ്രിഗറി 13 ഗ്രിഗോറിയൻ കലണ്ടർ അവതരിപ്പിക്കുകയും പുതിയ കലണ്ടർ ജനുവരി 1 ആരംഭിക്കുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ജൂലിയൻ കലണ്ടർ മാറ്റി ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് മാറ്റമുണ്ടായപ്പോൾ പുതുവർഷം ജനുവരി 1 ചെറുതായൊന്നു മാറി. എന്നാൽ ആശയവിനിമയം അത്ര ശക്തമല്ലാത്ത കാലമായതിനാൽ ഫ്രഞ്ചുകാരെല്ലാം പുതിയ വർഷം ചെറുതായി മാറിയതറിഞ്ഞില്ല. കഥയറിയാതെ ഏപ്രിൽ 1 പുതുവർഷമായി ആഘോഷിച്ചവരെ ജനുവരി 1 ഒറ്റയടിക്ക് മണ്ടന്മാരെന്ന് പരിഹസിച്ചു തുടങ്ങി. ആ കഥയിൽ തൂങ്ങി കുഞ്ഞു കള്ളങ്ങളും നുണകളും പറഞ്ഞ് പറ്റിക്കുന്നിടത്ത് ഏപ്രിൽ ഫൂളിന് ഔദ്യോഗിക തുടക്കമായി. ഇംഗ്ലണ്ടിൽ ഏപ്രിൽ 1 വിഡ്ഢികളെ നൂഡി എന്നും ഫ്രഞ്ചുകാർ ഗോക്കെന്നും ജർമ്മൻകാർ ഏപ്രിനാരെന്നും നമ്മൾ മലയാളികൾ മണ്ടന്മാരെന്നും വിളിക്കും. വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കിലാണ് ലോകം. വാട്സാപ്പ് അമ്മാവന്റെ കോസ്മിക് രശ്മിയുടെ ഫോർവേഡുകളിൽ തുടങ്ങി സൈബർ അറസ്റ്റിലെത്തി നിൽക്കുന്ന വ്യാജ നിർമ്മിതിയുടെ വക്കീലാണ് സൈബർ ലോകം നമ്മുടെ പ്രഭാതങ്ങളിലേക്ക് ഫോൺ തുറക്കുന്നത്. നല്ല വാർത്തയെ തിരിച്ചറിയാനും കള്ളങ്ങളെ കണ്ടെത്താനും നമുക്ക് സാധിക്കട്ടെ. ഒപ്പം നിർദോഷമായ ഏപ്രിൽ ഫുൾ തമാശ പറഞ്ഞ് ചിരി പടർത്താനും പ്രേക്ഷകർ ശ്രദ്ധ വെക്കണം. ആശംസ നേരാൻ പറ്റാത്തതിനാൽ ഏപ്രിൽ ഫുൾ ഇന്നാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്ക് മേലും US നികുതി ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പകരച്ചുങ്കം നിലവിൽ വരുന്ന ഏപ്രിൽ 2